ഹായ് നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശിവദാസൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ എഴുതുന്നു, പറയുന്നു, പോകുന്നു, ചെയ്യുന്നു ഈ രീതിയിലുള്ള ഇംഗ്ലീഷിൽ കൊടുക്കുന്ന വാചകങ്ങൾക്ക് ഈ രീതിയിലുള്ള മലയാളം അർത്ഥമാണ് വരുന്നത്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഈസ് റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്, ആം റൈറ്റിംഗ് ഈ 3 രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് വരുന്നത് മലയാളത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹാസ് ഉപയോഗിച്ചിട്ട് വെർബിൻ്റെ 3ാം രൂപമായിട്ടുള്ള റിട്ടൺ എന്ന് ഉപയോഗിക്കണം ഹാസിൻ്റെ കൂടെ. അപ്പോൾ ഗൗതം എന്നാണെങ്കിൽ ഗൗതം സിംഗുലറാണ്, ഒരാളാണ്, ഏകവചനാണ്. അപ്പോൾ ഗൗതം ഹാസ് റിട്ടൺ, ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഗൗതമിൻ്റെ കൂടെ ഒരാളല്ല, ഏകവചനമല്ല, ഗൗതം 2 പേരാണെങ്കിൽ ഗൗതം ആൻഡ് മാധുരി ഹാവ് റിട്ടൺ എ ലെറ്റർ. ഗൗതമും മാധുരിയും ചേർന്നിട്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകവചനവും നോക്കി, ബഹുവചനവും നോക്കി. ഇനി കർത്താവ് ഇതൊന്നും വിഭിന്നമായിട്ട് ഐ, വി, യു, ദ ഈ 4 വരുമ്പോഴെങ്ങനെയാണ് എന്ന് എല്ലാ ക്ലാസ്സിലും നമ്മൾ എടുത്തു പറയാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി ഹി ആണെങ്കിൽ ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഹി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്, അതുകൊണ്ട് ഹി ഒരാൾ, അവൻ ഒരാളാണ്. അപ്പോൾ ഹി ഹാസ് റിട്ടൺ. ഇനി ഷീ ആണെങ്കിൽ ഷീ ഹാസ് റിട്ടൺ. ഷീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ എന്നാണ്, ഒരാളാണ്, അതുകൊണ്ട് ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇനി ഐ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വി ആവുമ്പോൾ വി ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞങ്ങൾ ഒരു കത്ത് എഴുതിയിരിക്കുന്നു. ഇനി യു എന്ന സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ യു ഹാവ് റിട്ടൺ എ ലെറ്റർ. യു ഹാവ് റിട്ടൺ, താങ്കൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു കത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഐ, വി, യു, ദേ ഹാവ് റിട്ടൺ, യു ഹാവ് റിട്ടൺ, ഐ ഹാവ് റിട്ടൺ, വി ഹാവ് റിട്ടൺ. ഇതിനെല്ലാം അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങൾ, ഞങ്ങൾ, ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തന്നെയാണ് എല്ലാ സെൻറ്റൻസിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് വെർബിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മൊത്തം ടെൻസിൻ്റെ തന്നെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു, സിംഗുലർ വരുമ്പോൾ ഹാസ് റിട്ടൺ. വെർബിൻ്റെ 3ാമത്തെ രൂപം റൈറ്റ്, റോട്ട്, റിട്ടൺ. വെർബ് ഹാസ് ഉപയോഗിച്ചിട്ട് വെർബിൻ്റെ 3ാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ടേക്ക് എന്നാണ് എടുക്കുന്നതെങ്കിൽ ടേക്കിൻ്റെ 3 രൂപം ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇനി സ്പീക്ക്, സംസാരിക്കുക എന്നുള്ളതാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഇനി 3 രൂപം ഒരേ രീതിയിൽ വരുന്ന ഒന്ന് തന്നെ 3 രൂപമായിട്ടും വരുന്ന ചില വേർഡുകളും ചില വെർബുകളും ഉണ്ട്. കം, കെയിം, കം ഇതിന് വ്യത്യസ്തമാണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ ഇത് വ്യത്യസ്തമാണ്. എന്നാൽ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് 3ഉം അതിൻ്റെ പ്രസൻറ്റ് രൂപവും പാസ്റ്റ് രൂപവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപവും ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ പുട്ട് എന്നുള്ള വേർഡ് എടുക്കുക, വെർബ് എടുക്കുക. പുട്ടെന്ന് എടുക്കുമ്പോൾ അത് പുട്ട് പ്രസൻറ്റ് രൂപവും പുട്ട് തന്നെ, പാസ്റ്റ് രൂപവും പുട്ട് തന്നെ, പാസ്റ്റ് പാർട്ടിസിപ്പിളും പുട്ട് തന്നെയാണ്. എങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. വെർബ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് രൂപം അറിയാത്തതാണെങ്കിൽ ഇതൊക്കെ ധാരാളം നമുക്ക് കിട്ടും. ഇതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകളും ഉപയോഗിക്കുന്നത് തന്നെയാണ് സാധാരണയായിട്ട്. പിന്നെ അപൂർവം ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടികൾ വായിക്കുന്ന ചില ചെറിയ ചിത്രകഥകളുണ്ട്. നമ്മൾ പണ്ട് വേതാള കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്കായിട്ട് വരുന്ന ഇംഗ്ലീഷിൽ ചെറിയ ചിത്രകഥകളുണ്ട്. 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ പല ബസ് സ്റ്റേഷനിലും കിട്ടുന്നുണ്ട് ഇത്. അവിടുന്ന് വായിച്ചിട്ട് നിങ്ങളിതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ടെൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കണമെന്ന് എനിക്കൊരു സജഷൻ ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് ഇത് പിക്കപ്പായി വരും. നിങ്ങൾ ഈ പഠിക്കുന്ന പല സെൻറ്റൻസുകളും, ഞാനിവിടെ പറയുന്ന പല സെൻറ്റൻസുകളും നിങ്ങൾക്കതിൽ കാണാൻ കഴിയും. ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് അതിലെല്ലാ ഇംഗ്ലീഷിലും, ലോകത്തിലുള്ള എല്ലാ ഇംഗ്ലീഷ് ഭാഷയിലും എവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനമൊക്കെ ഇത് തന്നെയാണ്. അപ്പം നിങ്ങളിത് പഠിക്കുന്നതോടൊപ്പം അത് നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് വായിക്കാനുള്ളത് നിങ്ങൾ ഒരു ഡിക്ഷണറി വയ്ക്കുക, ഒരു പുതിയ വേർഡ് കണ്ടു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരു പേപ്പറിൽ കുറിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം ഇതുപോലെ ചെറിയ കുട്ടികളുടെ സ്കൂളിലത്തെ പാഠപുസ്തകങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ കഥകളുണ്ടാവും, വലിയ ടഫായിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കാത്തത്. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾ വായിച്ചു വരുവാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പെട്ടെന്ന് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ബാക്ക് ടു അവർ ലെസൺ, നമ്മുടെ ലെസണിലേക്ക് തിരിച്ചു വരാം.
ഹാസും ഹാവാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെഗറ്റീവ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിൽ പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ ഡൂം ഡസും ഡസ് നോട്ട് റൈറ്റ് ഡു നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു. ഒന്ന് സിംഗുലറിൻ്റെ കൂടെ ഒന്ന് പ്ലൂറലിൻ്റെ കൂടെ. അതുപോലെ ഇവിടെ ഈസ് നോട്ട് റൈറ്റിംഗ് എന്നാണ് കണ്ടിന്യൂസ്ലി പറഞ്ഞു. ഈസ് നോട്ട് റൈറ്റിംഗ്, ആർ നോട്ട് റൈറ്റിംഗ്, ആം നോട്ട് റൈറ്റിംഗ്, ഇങ്ങനെയാണ് എടുത്ത് പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കുന്നു ഇല്ല എന്നുള്ളതാണ്. എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ട് പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പുറത്ത് എഴുതുന്നു എന്നുള്ളത് എഴുതുന്നില്ല. അപ്പോൾ ഇതിലെങ്ങനെയാവുക, എഴുതിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് ആവുമ്പോൾ എഴുതിയിട്ടില്ല എന്ന് വരണം. അപ്പോൾ ഗൗതം ഹാസ് നോട്ട് റിട്ടേൺ എഴുതിയിട്ടില്ല. ഗൗതം ആൻഡ് മാധുരി ഹാവ് നോട്ട് റിട്ടേൺ എ ലെറ്റർ. ഗൗതവും മാധുരിയും കത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ്, എഴുതിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ രണ്ടുപേരുടെയും ആയി നമ്മൾ ഏകവചനത്തിൻ്റെയും ബഹുവചനത്തിൻ്റെയും പറഞ്ഞു. ഇനി ഐ എന്നാവുമ്പോഴോ ഐ ഹാവ് നോട്ട് റിട്ടേൺ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതിൽ വളരെ എസൻസ് ആയിട്ടുള്ളൊരു കാര്യം ഹാസ് നോട്ട് റിട്ടേൺ, ഹാവ് നോട്ട് റിട്ടേൺ. ഇതിൻ്റെ അർത്ഥം എന്താ, എഴുതിയിട്ടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സബ്ജക്റ്റ് വരുന്നതിനനുസരിച്ച് ഹാസ് നോട്ട് റിട്ടേൺ അല്ലെങ്കിൽ ഹാവ് നോട്ട് റിട്ടേൺ മാറ്റി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ റൈറ്റ്സ് എന്ന് പഠിച്ചു, ഈസ് റൈറ്റിംഗ്, ആർ റൈറ്റിംഗ്, ആം റൈറ്റിംഗ്. അതുപോലെ ഹാസ് റിട്ടേൺ, ഹാവ് റിട്ടേൺ എന്നുള്ള ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. എന്നാൽ ഒരു സംശയവും വേണ്ട, സിംഗുലർ ഉപയോഗിക്കുമ്പോൾ ഹാസ് നോട്ട് റിട്ടേൺ. ഈ റിട്ടേൺ എന്നുള്ള വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മറക്കരുത്. ഇനി രണ്ടാമത്തെ രൂപത്തിൻ്റെ റോട്ടിൻ്റെ കൂടെ ഒന്ന് ING ചേർക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും ചേർക്കാനൊന്നും നിൽക്കരുത്. ഓരോ ടെൻസിലും വേറെ രൂപങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാത് ലെസണിൽ അതാത് ടെൻസിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസിൽ ING ഉപയോഗിക്കണം. പെർഫെക്റ്റിൽ ING ഒന്നും വരില്ല, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളിതിനെ ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഹെൽപ്പിംഗ് വെർബ് എന്ന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതിനെ മുന്നോട്ട് കൊണ്ടുവരണം. ഹാസ് ഗൗതം റിട്ടേൺ എ ലെറ്റർ. ഗൗതം ഒരു കത്ത് എഴുതിയിട്ടുണ്ടോ? ഹാവ് ഗൗതം ആൻഡ് മാധുരി റിട്ടേൺ എ ലെറ്റർ. അവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ടോ? ഇനി അവർ എഴുതിയിട്ടില്ല. നോ, ഗൗതം ഹാസ് നോട്ട്. ഹാവ് നോട്ട് എന്ന് ഒരിക്കലും ഉപയോഗിക്കരുത്, സിംഗുലർ ആണ്. ഗൗതം ഹാസ് നോട്ട് റിട്ടേൺ എ ലെറ്റർ. ഗൗതം ആൻഡ് മാധുരി ഹാവ് നോട്ട് റിട്ടേൺ എ ലെറ്റർ. അവർ എഴുതിയിട്ടില്ല, നെഗറ്റീവ് സെൻറ്റൻസ് ആയി, ക്വസ്റ്റ്യനായി. ഇനി വാട്ടും വേറും വൈ ഹൗ എന്നൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസിലെങ്കിൽ ഇതിനെല്ലാത്തിനെയും നമ്മൾ ആദ്യത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഗൗതം എന്ത് എഴുതിയിരിക്കുന്നു? വാട്ട് ഹാസ് ഗൗതം റിട്ടേൺ? അപ്പോൾ ഗൗതം ഹാസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. ഗൗതം ഹാസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. യെസ്, ഗൗതം ഹാസ് റിട്ടേൺ സംതിങ്. ഗൗതം ഹാസ് നോട്ട് റിട്ടേൺ എനിത്തിങ്. ഇങ്ങനെയാണ് അതിൻ്റെ രൂപം വരേണ്ടത്. ഈ ഗൗതമിനെ മാറ്റി ഇനി ഗൗതം ആൻഡ് മാധുരി ഹാവ് നോട്ട് റിട്ടേൺ. ഇനി അവർ എഴുതിയിട്ട് ഇല്ലയെന്ന് ചോദിക്കാം. അപ്പോൾ ഹാവ് ദേ നോട്ട് റിട്ടേൺ എ ലെറ്റർ. ഇങ്ങനെ വന്നു. ഇനി നമ്മൾ വാട്ട് ഉപയോഗിക്കാം. വാട്ട് ഹാസ് ഗൗതം റിട്ടേൺ. അതിൻ്റെ മുന്നിലേക്ക് ഈ വാട്ട്, വൈ, വേർ, ഹൗ എന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാട്ട് ഹാസ്, ഹൗ ഹാസ് ഗൗതം റിട്ടേൺ, വൈ ഹാസ് ഗൗതം റിട്ടേൺ, വേർ ഹാസ് ഗൗതം റിട്ടേൺ. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഈ വാട്ട്, വൈ, ഹൗ എന്ന് അറിയാത്തവരാണെങ്കിൽ അത് ഡിക്ഷണറി നോക്കി അർത്ഥം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എല്ലാത്തിൻ്റെയും അർത്ഥം പറയാൻ സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാക്കുകൾ വാട്ട്, ഇനി ഇത് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ജനറൽ യൂസേജിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഈ വാട്ടും വേറുമല്ല, വേറെവർ, വെന്നെവർ, ഹൗവർ, എനിവൺ, എവരിവൺ, സംബഡി, സമ്മൺ, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് അടുത്തുള്ള ഇതിൻ്റെ ഈ ലെസൺ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ, ബേസിക് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു ജനറൽ യൂസേജിൽ ഇത്തരം ഉപയോഗിക്കുക. അപ്പോൾ അത് സ്പോക്കണെ കൂടുതൽ സഹായിക്കും നിങ്ങളെ. ചെറിയ സെൻറ്റൻസുകൾ പറയാനും കൃത്യമായിട്ടുള്ള അർത്ഥം പറയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഈ ക്ലാസ്സിൽ, ഈ ലെസണിൽ ഇത്രയാണ് പെർഫെക്റ്റിനെ കുറിച്ച് പെർഫെക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും ക്ലാസ്സുകളുടെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഇത് ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോകും, കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എല്ലാം കൺഫ്യൂസ് ആയിട്ട് ഏത് ടെൻസ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.